ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 110-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് മുതൽ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ. എന്താണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെന്ന് ദൈവത്തിന്റെ വചനം വളരെ മനോഹരമായി നമ്പരിട്ട് അഥവാ അക്കമിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി 9 വരങ്ങളാണ്, അല്ലെങ്കിൽ കൃപാവരം. അത് ഓരോന്നായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെയും പറയുന്നത്, അവിടെയാണ് കൃപാവരങ്ങളെ പറ്റി പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. 1-ാമത്തെ വരത്തിന്റെ പേര് ജ്ഞാനത്തിന്റെ വചനം, 2 പരിജ്ഞാനത്തിന്റെ വചനം, 3 വിശ്വാസം, 4 രോഗശാന്തികളുടെ വരം, 5 വീര്യപ്രവൃത്തികളുടെ വരം, 6-ാമത്തേത് പ്രവചനം, 7 വിവേചനം, 8 ഭാഷാവരം, 9 വ്യാഖ്യാനം. ഇങ്ങനെ 9 വരങ്ങളാണ് ബൈബിളിനകത്തുള്ളൂ. എന്നാൽ ചിലരെ വേറൊരു വരമൊക്കെ പറയാറുണ്ട്, ഭൂതശാന്തിയുടെ വരം. അങ്ങനെ ഒരു വരം പുതിയ നിയമത്തിലില്ല. അത് സ്വയം ഉണ്ടാക്കി പറയുന്നതും തങ്ങൾക്ക് ആ വരമുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ളതായ ഒരു പദ്ധതി എന്ന് മാത്രമേ ഉള്ളൂ. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടുത്തത് പറയുന്നത് പ്രാധാന്യമായ കാര്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇത് വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന സംഭവമാണ്, അല്ലാതൊരു സ്പെഷ്യൽ വരമല്ല എന്ന് എൻ്റെ കേൾവിക്കാരെ വളരെ മനസ്സിലാക്കണം. കൃപയും കൃപാവരങ്ങളും അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ കഴിവല്ല. ദൈവം ദാനമായി തന്നിരിക്കുന്നു. കാരണം നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നതിൻ്റെ പേരാണ് ദാനമെന്ന് പറയുന്നത്. കൃപാവരം എന്ന വാക്കിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് കാരിസ്മ എന്നാണ്. കൃപാവരം സമുദായ സഭയിലെ ഈ ഉണർവ് യോഗക്കാരെ കരിസ്മാറ്റിക്കർ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഉണർവ് യോഗക്കാരെ അങ്ങനെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. അത് പല ആളുകൾ ആത്മീയവേദികൾ പറയുന്നൊരു വാക്കാണ്, കൃപാവര പ്രാപ്തന്മാര്. അങ്ങനെ ഒരു പ്രാപ്തൻ ബൈബിളിനകത്തില്ല. കാരണം അതൊരു നമ്മുടെ ശൈലിയാണ്. ആരോ ഒരിക്കലത് പറഞ്ഞു. അങ്ങനെ തുടർമാനമായിട്ട് പറഞ്ഞു വരുന്ന ഒരു വാക്കാണ്
കൃപാവര പ്രാപ്തന്മാർ എന്ന് പറയുന്നവരെ, അവരേതോ ദിവ്യന്മാരായിട്ട് അഭിനയിക്കുന്നുണ്ട്. കൃപാവര പ്രാപ്തൻ എന്നൊരാൾ ബൈബിളിൽ ഇല്ല. അത് വ്യാജമാണെന്നിവിടെ എൻ്റെ ക്ലാസ്സിൽ പറയുന്നു. 1 കൊരിന്ത്യർ 12:7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കൃപാവരങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത്. സഭയുടെ പൊതുപ്രയോജനത്തിന് ഉതകട്ടെ. കൃപാവരം സഭയുടെ പൊതുപ്രയോഗത്തിന് ഉതകണം. ഇതാണ് കൃപാവരം ഉദ്ദേശിക്കുന്നത്. സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തണം. സഭയുടെ വളർച്ചയ്ക്കായിരിക്കണം ഈ കൃപാവരം ഉപയോഗിക്കേണ്ടത്. ചിലരുടെ കൃപാവരത്താൽ സഭ 2ഉം 3ഉം ഭാഗമായി മാറിയ ചരിത്രം എനിക്കറിയാം. അത് ദൈവം കൊടുത്തതല്ലെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. കൃപാവരം കൊണ്ട് പല സഭകളിൽ ചെന്ന് കുടുംബത്തെ കലക്കുന്നുണ്ട്, സഭയെ കലക്കുന്നുണ്ട്, സഭയ്ക്കെതിരെ പ്രവചിക്കുന്നുണ്ട്, പാസ്റ്റർക്ക് എതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വ്യാജാത്മാവാണെന്ന് അല്ലെങ്കിൽ സ്വന്താത്മാവാണെന്ന് എന്നെ കേൾക്കുന്നവർ ഈ കാലയളവിൽ മനസ്സിലാക്കണം. അന്ത്യകാലമാകുമ്പോൾ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഒരുപാട് വ്യാജന്മാർ ഇറങ്ങിയിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ ഭേദങ്ങളെ മനസ്സിലാക്കണം. ഇന്ന് ഇതൊരു വലിയ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഒരു പണസമ്പാദ്യത്തിന് വേണ്ടി ദൈവജനത്തെ കളിപ്പിച്ച് ഇവർ പണം സമ്പാദിക്കുന്ന ഒരു വലിയ സംഘം എന്ന് വേണേൽ പറയാം. ഇവരെ തിരിച്ചറിയണം. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, ഞാനൊരു 45 വർഷമായി കർത്താവിൻ്റെ വയലിൽ ഇന്നയോളം നിന്നു. എൻ്റെ കഴിവല്ല, നിർത്തി. ഈ കാലയളവിൽ അനവധി സംഭവങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഈ കൃപാവരങ്ങളുടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇത്രത്തോളം സമയശ്രദ്ധയോടെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. 2025 ഒരു ഉണർവിൻ്റെ വർഷമായി തീരുവാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വരാറായി, ഉണർവുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളും അതിനകത്ത് അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.